ആൽവിൻ തോമസ് ആണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം എടുത്തത്. ആൽവിൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ആൽവിൻ, സ്വാഭാവികമായിട്ടും നിലവിൽ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് അടർത്തിയെടുത്തുകൊണ്ടുവന്നത് അല്ലെങ്കിൽ അടർന്നു വന്ന് നിൽക്കുന്നത് അവർ പഞ്ചായത്ത് മെമ്പറെ പോലുള്ള ഒരു സാധാരണ പ്രവർത്തകനോ മറ്റോ അല്ല. നേരെ മറിച്ച് ഒരു അല്പ ദിവസങ്ങൾക്ക് മുമ്പ് വരെ BJP-യുടെ നാവായിരുന്നു, മുഖമായിരുന്നു, മാധ്യമങ്ങളിലെ പ്രധാന ശബ്ദമായിരുന്നു. അപ്പോൾ BJP-യെ അടുത്തറിയുന്ന, BJP-യുടെ ഹൃദയം സൂക്ഷിക്കുന്ന ഒരാളെയാണ് BJP-യിൽ നിന്ന് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും BJP-ക്ക് ഭയക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ ഒരു കാര്യം കൂടി ചോദ്യചിഹ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ വളരെ രഹസ്യാത്മകമായ ഒരു നീക്കം, അത് എങ്ങനെ കോൺഗ്രസ് പൂർത്തീകരിച്ചു? ഈ അടുത്ത നീക്കങ്ങൾ എങ്ങനെയെല്ലാം ആയിരിക്കും? ലാല്, നമുക്ക് അറിയാൻ കഴിയുന്നത് KC വേണുഗോപാലിൻ്റെ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ഇത്തരമൊരു നിലപാടിലേക്ക് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കൂടി ആ ഓപ്പറേഷൻ പൂർത്തിയാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സന്ദീപ് വാര്യരെ ഈ കോൺഗ്രസ് പാളയത്തിലേക്ക് വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലക്കാട്ട് വലിയ രാഷ്ട്രീയ വലയത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു ആൾ കൂടിയാണ്. BJP വലയത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബന്ധത്തെയും ആ ബന്ധുബലത്തെയും ഒക്കെ മാക്സിമം ഈ 2 ദിവസം കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് ശ്രമിക്കും. അത്തരത്തിൽ അത് വിജയം കാണും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടലായി അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ സന്ദീപ് വാര്യരെ കൂടി ഈ പ്രചാരണത്തിൻ്റെ മുഖത്തേക്ക് ഇറക്കിക്കൊണ്ടായിരിക്കാം പ്രചാരണ പരിപാടികൾ തുടരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരുടെ വരവിൽ ഒരു ഐഡിയോളജിയിൽ ഒരു മാറ്റമുണ്ടായി എന്നതുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയം എന്നതാണ് അത് പറയുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക. അത്തരം ഒരു നിലപാട് സ്വീകരിച്ചു വരുന്ന ഒരാളാണ് സന്ദീപ്. അതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു ഗുണം ചെയ്യും എന്ന തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് BJP-ക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് വേദന മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിനു വേണ്ട കരുനീക്കങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലുള്ള KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നടത്തിയിരുന്നു. പിന്നീട് അത് പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും അത്തരം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവിടെ നിന്നൊരു ഓപ്പറേഷൻ അത് പൂർത്തീകരിക്കുന്നു. സന്ദീപ് വാര്യർ അങ്ങനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും സന്ദീപ് വാര്യരുടെ ചില വെളിപ്പെടുത്തലുകളൊക്കെയും വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്നു. അത് വലിയ ചോദ്യമായി തന്നെ ഉന്നയിക്കുകയാണ് അദ്ദേഹം പറയുന്നത് വലിയ കോംപ്രമൈസ് രാഷ്ട്രീയം CPM-ഉം BJP-യും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. BJP-ക്കുള്ളിലെ പല കാര്യങ്ങളും, പല രഹസ്യാത്മകമായ കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ സന്ദീപ് വാര്യർ എന്തൊക്കെ ബോംബിടും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിൽ സംഭവവാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നുണ്ടായത് വലിയ രാഷ്ട്രീയ ബോംബിംഗ് ആണ്. അത് നടത്തിയത് BJP പാളയത്തിൽ കോൺഗ്രസ് ആണ് നടത്തിയത്. സന്ദീപ് വാര്യർ എന്ന BJP-യുടെ നേതാവിനെ അടർത്തിയെടുത്തുകൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അതിൽ ഇനി BJP-യുടെ മറുപടി അല്ലെങ്കിൽ BJP-യുടെ പ്രതികരണം ഇതിലെന്താകുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്.